വത്തിക്കാൻ വോയിസ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ, പ്രബോധനങ്ങൾ എന്നിവയാണ് ഈ പ്രോഗ്രാമിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നത്. പൊന്തിപ്പിക്കൽ മിഷൻ സൊസൈറ്റികളുടെ ഒരു ജനറൽ അസംബ്ലിയിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞ സന്ദേശമാണ് ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രഭാഷണത്തിൽ പരിശുദ്ധ പിതാവ് വളരെ ശക്തമായി പറഞ്ഞ കാര്യം, ലോകത്തെ നയിക്കാനും വിദ്യാഭ്യാസം നൽകാനും മിഷനറി ചൈതന്യം രൂപീകരിക്കാനുമുള്ള ഈ സൊസൈറ്റികളുടെ വിവിധ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ധീരതയോടും സർഗാത്മകതയോടും കൂടെ ഇനിയും കൂടുതൽ തീവ്രമാക്കുക ആവശ്യമാണ് എന്ന് പറയുകയുണ്ടായി. നമുക്കറിയാം, മിഷൻ പ്രവർത്തനത്തെ മുഴുവൻ ക്രോഡീകരിക്കുന്ന ഒരു ഉത്തരവാദിത്തമാണ് ഈ പൊന്തിപ്പിക്കൽ മിഷൻ സൊസൈറ്റികൾക്ക് ഉള്ളത്. നമ്മുടെ ആഗോള മിഷൻ ദിനമൊക്കെ സംഘടിപ്പിക്കുന്നതും ആസൂത്രണം ചെയ്യുന്നതും ഇവരുടെ മേൽനോട്ടത്തിലാണ്. ഈ അസംബ്ലിയിൽ പങ്കെടുത്ത ആളുകളോട് മാർപ്പാപ്പ പറഞ്ഞു, പൊന്തിപ്പിക്കൽ മിഷൻ സൊസൈറ്റികളുടെ ജനറൽ അസംബ്ലി ചേരുന്ന വേളയിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ എനിക്ക് വലുതായ സന്തോഷമുണ്ട്. കർദിനാൾ പ്രീഫെക്റ്റ്, പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് നാപ്പ, സഭയുടെ സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്ന് പരിശുദ്ധ പിതാവ് ആദ്യമേ തന്നെ സൂചിപ്പിച്ചു. ചരിത്രത്തിൻ്റെ ഈ നിമിഷത്തിൽ പ്രത്യേകിച്ച് നമ്മൾ സിനഡാലിറ്റിയെക്കുറിച്ചും സിനഡൽ സഭയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ക്രൈസ്തവ സമൂഹങ്ങൾ അതിൻ്റെ സ്വഭാവത്താൽ തന്നെ പ്രേക്ഷിതയാണ് എന്ന സുപ്രധാന കാര്യം നമ്മൾ ഓർക്കണം എന്ന് മാർപ്പാപ്പ ആദ്യമേ സൂചിപ്പിക്കുകയാണ്. സഭ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൽ പറഞ്ഞു വെച്ച വലിയൊരു സത്യമാണത്. സഭ സ്വഭാവത്താൽ അതിൻ്റെ പ്രകൃതം കൊണ്ട് തന്നെ മിഷനറിയാണ്, പ്രേക്ഷിതയാണ്. പ്രേക്ഷിത പ്രവർത്തനം നടത്താതെ സഭയ്ക്ക് അതിൻ്റെ അസ്തിത്വത്തോടെ നീതി പുലർത്താനാവില്ല. എല്ലാ സഭാവിശ്വാസികളെ സംബന്ധിച്ചും ഇത് വളരെ പ്രസക്തമാണ്. നമ്മൾ ഈ കാര്യത്തെക്കുറിച്ചുള്ളൊരു വലിയ അവബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. യഥാർത്ഥത്തിൽ സർവരിലും സുവിശേഷത്തിൻ്റെ ആനന്ദം അത് പ്രഘോഷിക്കാനും സന്തോഷത്തോടെ പ്രഘോഷിക്കാനും ഈശോയുടെ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകാനും ഐക്യപ്പെടുക എന്ന വലിയ ഒരു ദൗത്യമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ദാനമാണ് എന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞു. അത് ആ ദാനം ലഭിച്ചിട്ടുള്ളവരാണ് എല്ലാ ക്രിസ്ത്യാനികളും. ആർക്കും അതിൽ നിന്ന് ഒഴികഴിവില്ല എന്നത് നമ്മൾ ഓർക്കണം. നമ്മൾ എന്തുമാത്രം ഈ കർത്താവിനെ അറിയിക്കാനും കർത്താവിൻ്റെ ചൈതന്യം ഇന്ന് തുടർന്നു കൊണ്ടുപോകാനും ശ്രമിക്കുന്നു എന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ്. മിക്കപ്പോഴും മാർപ്പാപ്പ തുടർന്നു, നമ്മുടെ വർണ്ണിത ചരിത്രത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഈശോയുടെ ആശ്വാസം കൊണ്ടുവന്ന് കർത്താവിൻ്റെ സ്നേഹത്താൽ ആകർഷിതരാകാൻ സ്വയം അനുവദിക്കേണ്ടവരാണ് നാം. അങ്ങനെ അവിടുത്തെ ശിഷ്യരാവുകയും ചെയ്യേണ്ടവരാണ് നാം. അവിടുത്തെ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന കാരുണ്യവും അനുകമ്പയും എല്ലാവരിലും എത്തിക്കുകയെന്ന ഒരു വലിയ അഭിലാഷം അനുഭവിക്കുന്നവരുമാണ് നാം എന്ന കാര്യം മറക്കരുത്. മിഷനറി പ്രവർത്തനം, പ്രേക്ഷിത പ്രവർത്തനം സ്വാഭാവികമായി സംഭവിക്കുകയില്ല എന്നും മാർപ്പാപ്പ ഈ അസംബ്ലിയിൽ പങ്കെടുത്ത ആളുകളോട് പറഞ്ഞു. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ കാരണം ഇതാണ്, നാം എപ്പോഴും എല്ലാം ക്രമമായി നിലനിൽക്കുന്ന
സ്വസ്ഥമായ ജീവിതത്തിനാണ് മുൻഗണന നൽകാറുള്ളത്. സ്വസ്ഥമായി ജീവിക്കാനാണ്, ഒതുങ്ങി ജീവിക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. അതിനാൽ പരിശുദ്ധാത്മാവ് വന്ന് ആ പന്തക്കുസ്താ ദിനത്തിൽ എന്നതുപോലെ അതിശക്തമായ ഒരു ക്രമരാഹിത്യം, അത് ഇൻവെർട്ടഡ് കോമാസിലാണ് മാർപ്പാപ്പ പറയുന്നത്. ഈ മിഷണറി പ്രവർത്തനത്തിലേക്ക് ഏർപ്പെടുക എന്ന് പറയുന്ന ഒരു സ്വസ്ഥമായ പ്രവർത്തനമല്ല. അതിൽ കൂടുതൽ റിസ്ക് ഉണ്ട്, അപകട സാധ്യതയുണ്ട്. അവിടെ നമ്മൾ ഒരു ടൈം ടേബിൾ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഒരു ക്രമരാഹിത്യം, ആ അർത്ഥത്തിൽ ഒരു ക്രമരാഹിത്യം സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന ആശയം പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാട്ടുകയാണ്. എന്തുകൊണ്ടെന്നാൽ പ്രേക്ഷിത പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ, അതുപോലെ തന്നെ സഭാജീവിതം സൃഷ്ടിക്കാൻ ആത്മാവ് ആദ്യം ഉണ്ടാക്കുന്നത് ഒരാശയക്കുഴപ്പമാണ് എന്ന് പരിശുദ്ധ പിതാവ് പറയുന്നു. തുടർന്ന് ആണ് ഒരു സ്വര ഐക്യം കൊണ്ടുവരുന്നത്. ഇത് രണ്ടും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് എന്നും പറഞ്ഞു. ഒരു ക്രമരാഹിത്യം, ഒരാശയക്കുഴപ്പം എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയെ നമ്മളെ ഒന്ന് വെല്ലുവിളിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതും പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവർത്തനമാണ്. പിന്നീട് അത് വലിയ ഐക്യത്തിലേക്ക് നമ്മളെ നയിക്കും. അതും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. നമുക്കറിയാം, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് അതേക്കുറിച്ച് ധ്യാനിക്കാൻ നമ്മെ പരിശുദ്ധ പിതാവ് ക്ഷണിക്കുകയാണ്. ഈ അസംബ്ലിയിൽ പങ്കെടുത്തവരോടും അതുതന്നെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അവിടുത്തെ കരുണാമസൃതവും അനുകമ്പ നിറഞ്ഞതുമായ ഹൃദയത്തിലേക്ക് നാം നോക്കണം. ഈശോയുടെ ഹൃദയം അങ്ങനെയാണ്, കരുണാമസൃണമാണത്, അത് അനുകമ്പ നിറഞ്ഞതാണ്. പൊന്തിപ്പിക്കൽ മിഷൻ സൊസൈറ്റികളുടെ ആത്മീയ വരങ്ങളും പ്രേക്ഷിത ദൗത്യവും വിചിന്തനം ചെയ്യാനായിട്ടുള്ള ഒരു പരിശ്രമം ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ അവരിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം മാർപ്പാപ്പ പറയുന്നത് ഈശോയുടെ തിരുഹൃദയവും പ്രേക്ഷിത പ്രവർത്തനവും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചാണ്. കർത്താവിൻ്റെ തിരുഹൃദയത്തെ ധ്യാനിക്കുമ്പോൾ മാനവരാശിക്കു വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ മഹത്വം നാം കണ്ടെത്തും എന്നതാണ് ആദ്യമായി പറയാനുള്ളത്. കർത്താവിൻ്റെ തിരുഹൃദയം അത് സ്നേഹമാണ്, നമുക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട ഒരു ഹൃദയമാണ്, നമുക്ക് വേണ്ടി എല്ലാം നൽകിയ, അർപ്പണം ചെയ്ത ഒരു ഹൃദയമാണ്. അതേപ്പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ മാനവരാശിക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ മഹത്വമാണ് നാം കണ്ടെത്തുന്നത് എന്നതാണ് ആദ്യത്തെ കാര്യം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവത്തെ, ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16 അതിമനോഹരമായ വചനമാണ്. സുവിശേഷത്തിൻ്റെ തന്നെ ഒരു രത്ന ചുരുക്കമാണ് ആ വാചകം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ വചനം അവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹമാണ് പുത്രനിലൂടെ പ്രകടമാകുന്നത്. ക്രൂശിതൻ്റെ തുളയ്ക്കപ്പെട്ട ഹൃദയത്തിൽ, കുത്തിത്തുറക്കപ്പെട്ട ഹൃദയത്തിൽ പിതാവിൻ്റെ അനന്ത സ്നേഹം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അനന്തമായ സ്നേഹത്താൽ അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്നു. അതാണ് അവിടെ നമ്മൾ ധ്യാനിക്കുമ്പോൾ കണ്ടെത്തുന്നത്. അവിടുത്തെ മക്കളാകാൻ, അവിടെ നിന്നും വരുന്ന ആനന്ദം പങ്കുവയ്ക്കാൻ അവിടുന്ന് നമ്മെ വിളിക്കുകയാണ് ചെയ്യുന്നത്. നാം നഷ്ടപ്പെടുമ്പോൾ തിരഞ്ഞ് അന്വേഷിച്ച് എത്തുന്നവനാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം. അത് നമുക്ക് കിട്ടുന്നത് ഈ തിരുഹൃദയത്തെക്കുറിച്ചുള്ള ധ്യാനത്തിൽ നിന്നാണ്. വീഴുമ്പോൾ താങ്ങിയെടുക്കുന്നത് ആണ് ദൈവം. മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്നവനാണ് അവിടുന്ന്. ഈശോ തന്നെ ഈ വിധം പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈശോയുടെ തന്നെ വാക്കുകൾ ശ്രദ്ധിക്കുക. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ
ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 39-ാം തിരുവചനത്തിൽ ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ചിന്ത നമ്മളിലേക്ക് ആദ്യമായി ഉണ്ടാകണം. പ്രേക്ഷിത പ്രവർത്തനത്തിന് ഇറങ്ങുന്ന നമ്മുടെ ഏറ്റവും വലിയ ഒരു ബോധ്യം അതായിരിക്കണം എന്നതാണ് അടിസ്ഥാനം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, മാർപ്പാപ്പ പറയുകയാണ്, ജീവിതത്തിൽ ഉടനീളം ഈശോ ഇത് നമുക്ക് കാട്ടിത്തന്നു. ഈ സ്നേഹം മുറിവേറ്റവരോടുള്ള അനുകമ്പയിൽ അവിടുന്ന് കണ്ടുമുട്ടിയ ആളുകളോട് എന്ത് അനുകമ്പയാണ് കാണിച്ചത്? നാം സഹനം പേറുമ്പോഴുള്ള അവിടുത്തെ ഉത്കണ്ഠയിൽ, അവിടുത്തേക്ക് വേദനയുണ്ട്, ഉത്കണ്ഠയുണ്ട്. അവിടുന്ന് കരയുന്നവനാണ് നമ്മുടെ ദുഃഖത്തോട് ചേർന്ന്. പാപികളെ അഭിഷേകം ചെയ്യുന്ന കരുണയിൽ, ലോകപാപങ്ങൾക്ക് വേണ്ടിയുള്ള അവിടുത്തെ ത്യാഗത്തിൽ നമ്മെ സദാ കാത്തിരിക്കുന്നവനാണ് അവിടുന്ന്. ദൂരെ നിന്നേ കാണുന്ന ആളാണ് അവിടുന്ന്. പിതാവിനെ പറ്റി നമ്മളോട് പറഞ്ഞല്ലോ, പിതാവിൻ്റെ സ്നേഹം ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിലൊക്കെ കാണിക്കുന്ന ആ പിതാവിൻ്റെ ചിത്രം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. കരം വിരിച്ച് പിടിച്ചു വരുന്ന പിതാവായ ദൈവത്തിൻ്റെ ഹൃദയം അവിടുന്ന് നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. ഇതാണ് പിതാവായ ദൈവം, നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം പലപ്പോഴും ആളുകൾ അവതരിപ്പിക്കുന്നത് പേടിപ്പിക്കുന്നവനായിട്ടും ശിക്ഷിക്കുന്നവനായിട്ടുമാണ്. പക്ഷേ സുവിശേഷം എത്ര മനോഹരമായാണ് പാപികളെ തേടുന്ന, കാത്തിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം അവതരിപ്പിക്കുന്നത്. ആരെയും അകറ്റി നിർത്താത്ത, എല്ലാവരെയും സ്വീകരിക്കുന്ന, ആരെയും പുറന്തള്ളാത്ത, എല്ലാവരെയും ക്ഷണിക്കുന്ന പിതാവാണ് നമ്മുടേത്. ധൂർത്തപുത്രൻ്റെ ഉപമ ഈ കാര്യമാണ് നമ്മളോട് പറയുന്നത്. മാർപ്പാപ്പ ഇവിടെ കണ്ട ഒരു ഉപമയെപ്പറ്റി നമ്മോട് പറയുന്നുണ്ട്, ഒരു നാടകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യുവജനങ്ങൾ യൂറോപ്പിലൊക്കെ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ അവതരിപ്പിച്ചിരുന്നതാണ്. പണ്ട് ഞാനും അത് വായിച്ചത് ഓർക്കുന്നു. പോപ്പ് രീതിയിലുള്ളൊരു നാടകം ഞാൻ ഒരിക്കൽ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്. നാടകഭാഗത്തിൽ അത് ധൂർത്തപുത്രൻ്റെ ഇന്നത്തെ ഒരു അവതരണമായിട്ടാണ് അതിനെ കാണേണ്ടത്. നാടകഭാഗത്തിൻ്റെ ഒരിടത്ത് പിതാവുമായുള്ള വേർപെടലിലെ നഷ്ടം അയാൾ സ്നേഹിതനോട് വിവരിക്കുന്നു. എല്ലാം തകർന്നടിഞ്ഞപ്പോൾ പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവന് പരിചയമുള്ള ഒരു സുഹൃത്തിനോട് പറഞ്ഞു. അതിങ്ങനെയാണ് പറഞ്ഞത്: എനിക്ക് തിരികെ പോകണമെന്നും നഷ്ടപ്പെട്ടു പോയ പിതാവിനെ കാണണമെന്നും ആഗ്രഹമുണ്ട്. എന്നാൽ അദ്ദേഹം തീർച്ചയായും സ്വീകരിക്കില്ലെന്ന് എനിക്കറിയാം. കാരണം ഞാൻ അപ്പച്ചനെ വെറുപ്പിച്ചാണ് പോന്നത്. ഞാൻ ചെന്നാൽ സ്വീകരിക്കാനായിട്ട് സാധ്യതയില്ല. ഇതാണ് അവൻ്റെ അവസ്ഥ. അതുകൊണ്ട് തിരിച്ചു പോകാനുള്ളൊരു മടിയാണ്. അവിടെ ചെന്നാൽ സ്വീകരിച്ചില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്ത് ദുരിതമായിരിക്കും. ഇതാണ് ആ കഥയിലെ അവരെ ധൂർത്തപുത്രൻ്റെ ആധുനിക ഭാഷ്യത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ സ്നേഹിതൻ അവനോട് പറഞ്ഞു, ഇതാണ് പറഞ്ഞത്: നീ വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒരു കത്തിലൂടെ നീ അപ്പനെ അറിയിക്കുക. അപ്പനോട് പറയുക, എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കാൻ ആഗ്രഹമുണ്ട്. തിരികെ സ്വീകരിക്കുമെങ്കിൽ ഒരടയാളമായി വീടിൻ്റെ ജനലിൻ്റെ ഒരറ്റത്ത് ഒരു വെള്ള തൂവാല തൂക്കിയിട്ടാലും. ഇതാണ് ഈ നാടകത്തിൻ്റെ ഒരു ഭാഗം. തിരിച്ചു വരാൻ, അല്ലെങ്കിൽ ഞാൻ നിരാശനാകും, എനിക്ക് വേറെ ഒരു ഗതി ഉണ്ടാകില്ല. അപ്പോൾ അതങ്ങനെ അവന് കത്തെഴുതി. നാടകം തുടരുന്നു. അതിനൊടുവിൽ മകൻ വീടിനരികിലേക്ക് എത്തുകയാണ്. അവിടെ നാം കാണുന്നത് വെള്ളത്തുവാലുകൾ കൊണ്ട് അലങ്കരിച്ച ഒരു വലിയ ഭവനത്തെയാണ്. ആ ഭവനം മുഴുവൻ വെള്ളത്തുവാലുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അതാണ് അവൻ കാണുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ പാപപ്രതി അളക്കാവുന്നതല്ലെന്ന് കാണിക്കുന്ന ഒരു നാടകമാണിത്. ധൂർത്തപുത്രൻ്റെ കഥയുടെ ഒരു ആധുനിക ഭാഷ്യമാണിത്. നമ്മളും ആത്മവിശ്വാസത്തോടെ, അതുകൊണ്ട് മാർപ്പാപ്പ പറയുകയാണ്, ആത്മവിശ്വാസത്തോടെ ഈ പാതയാണ് തിരഞ്ഞെടുക്കേണ്ടത്. പിതാവിൻ്റെ അടുക്കലേക്ക് പോകാൻ തയ്യാറാകണം. അവിടുത്തെ പ്രേക്ഷിത പ്രവർത്തനം, ഈശോയുടെ പ്രേക്ഷിത പ്രവർത്തനം തുടരാനാണ്
നാം എല്ലാവരും ഐക്യപ്പെട്ടത്. കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെയും പിതാവിൻ്റെ സ്നേഹത്തിൻ്റെയും അടയാളങ്ങളായി നമ്മൾ തീരണം. ലോകം മുഴുവൻ അതിനെ മുഴുവൻ ആശ്ലേഷിക്കാൻ നമുക്ക് കഴിയണം. ഇവിടെ നമ്മൾ സഭയുടെ സുവിശേഷവൽക്കരണ ഹൃദയം കാണുകയാണ്. അതാണ് സഭയും ആഗ്രഹിക്കുന്നത്. നമ്മിൽ നിന്ന് നാം എല്ലാവരും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അനന്തമായ ദൈവസ്നേഹത്തിൻ്റെ ദാനത്തിലൂടെ എല്ലാവരിലേക്ക് എത്തുവാൻ നാം പരിശ്രമിക്കണം. എല്ലാവരെയും അന്വേഷിക്കാൻ, ആരെയും ഒഴിവാക്കാതെ എല്ലാവർക്കുമായി നമ്മുടെ ജീവൻ നൽകാൻ നാം മുന്നോട്ട് വരണം. മാർപ്പാപ്പ ആ വാക്ക് ഊന്നിപ്പറയുകയാണ്, എല്ലാവരെയും, ആരെയും മാറ്റി നിർത്താതെ. ഇതാണ് മുഖ്യമായ വാക്കെന്ന് മാർപ്പാപ്പ പറയുന്നു. കല്യാണ വിരുന്നിൻ്റെ ഉപമയിൽ ഈശോ നമ്മോട് എന്താണ് പറയുന്നത്? മത്തായിയുടെ സുവിശേഷത്തിൽ ഉള്ള 22-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള ആ ഉപമ മനോഹരമായൊരു ഉപമയാണ്. അതിഥികൾ വരാതിരുന്നത് കുഴപ്പമായി. വിളിച്ചവരാരും വന്നില്ല. ഒരാൾക്ക് പാടത്ത് പണിയായി, ഒരാൾ യാത്രയിലായി, ഒരാൾ വിവാഹം കഴിച്ചു. അങ്ങനെ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അവരാരും വന്നില്ല. അപ്പോൾ കർത്താവ് എങ്ങനെയാണ് നമ്മോട് പറയുന്നത് എന്ന് നോക്കുക. നാൽക്കവലകളിലേക്ക് പോയി എല്ലാവരെയും ക്ഷണിക്കാൻ അവിടുന്ന് പറയുന്നു. ആരോഗ്യമുള്ളവർ, രോഗികൾ, ചീത്തയായവർ, നല്ലവർ, പാപികൾ, എല്ലാവരെയും. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും സ്വീകരിക്കപ്പെടണം, എല്ലാവരെയും, ആരെയും ഒഴിവാക്കാതെ. അതിനാൽ നമ്മുടെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് വരുന്നു. എല്ലാവരെയും അവിടുന്നിലേക്ക് വലിച്ചടിപ്പിക്കാൻ തക്ക വിധം ഉള്ളതായിരുന്നു. ഇതായിരുന്നു വിശ്വാസ പ്രചരണ സംഘത്തിൻ്റെ സ്ഥാപകയും എന്ന് പറഞ്ഞാൽ ഈ മിഷണറി സൊസൈറ്റികളുടെ എല്ലാം സ്ഥാപകയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സ്വയം സമർപ്പിതയുമായിരുന്ന വാഴ്ത്തപ്പെട്ട പൗളീൻ മരിയ ജാറിക്കോട്ടിൻ്റെ യോഗാത്മകവും പ്രേക്ഷിതവുമായ ചൈതന്യമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. ഈ ചൈതന്യമാണ് പ്രേക്ഷിത പ്രവർത്തനത്തിലേക്ക് നമ്മളെ എല്ലാവരെയും നയിക്കേണ്ടത്, നാം ചെയ്യേണ്ടത്. ഇതാണ് മാർപ്പാപ്പ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട സന്ദേശം. മാർപ്പാപ്പയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, നമ്മുടെ സുവിശേഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണിത്. രണ്ടാമത്, പൊന്തിപ്പിക്കൽ മിഷൻ സൊസൈറ്റികളുടെ ഇന്നത്തെ ആത്മീയ വരത്തെക്കുറിച്ചാണ് പിന്നീട് മാർപ്പാപ്പ പറഞ്ഞത്. അത് മാർപ്പാപ്പ പ്രതിക്കാത്തെ എവാഞ്ചലിയും എന്ന പേരിൽ എഴുതിയ അപ്പസ്തോലിക ലേഖനത്തിൽ കാണിച്ചിട്ടുണ്ട്. ജ്ഞാനസ്നാനം സ്വീകരിച്ച എല്ലാ വ്യക്തികളുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും പുതിയ പ്രത്യേക സഭകളുടെ സഹായത്തിനും പ്രോത്സാഹനം നൽകാൻ ഉത്തരവാദിത്തമുള്ള ഒരു ഉപകരണമാവുക എന്നതാണ് ഈ സൊസൈറ്റികളുടെ ദൈവവിളി എന്ന് ഈ രേഖയിൽ മാർപ്പാപ്പ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ സൊസൈറ്റികൾ ചെയ്യുന്നത്. സഹായം ആവശ്യമുള്ളവർക്ക് ഫണ്ട് വിതരണം ചെയ്യുന്നതിനുള്ള വെറും ഏജൻസികൾ മാത്രമല്ല സൊസൈറ്റികൾ. ഇവരെ മിഷൻ കളക്ഷനൊക്കെ എടുത്ത് മിഷൻ സ്ഥലങ്ങളെ സഹായിക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. അതല്ല പ്രധാനപ്പെട്ട കാര്യമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. മറിച്ച് സഭയിലെ പ്രാദേശികവും സാർവദേശീയവുമായ സുവിശേഷവൽക്കരണ പ്രേക്ഷിത ദൗത്യം വളർത്തിക്കൊണ്ടുവരാൻ വിളിക്കപ്പെട്ടവരാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കുമുള്ള സുവിശേഷം പ്രഘോഷിക്കാനുള്ള ദൗത്യം ഉജ്ജ്വലിപ്പിക്കുക എന്നതാണ് ഈ സൊസൈറ്റികൾ ചെയ്യേണ്ടത്. അതുപോലെ ജനങ്ങൾക്കിടയിൽ മിഷണറി ചൈതന്യം വളർത്തിയെടുക്കുക എന്നതാണ്. കേരളത്തിലൊക്കെ മിഷൻ ലീഗ് വഴിയൊക്കെ നടത്തിയ ഒരു വലിയ സേവനമുണ്ടായിരുന്നു. ഇന്ന് കുറേ മന്ദീഭവിച്ചോ എന്നെനിക്ക് സംശയമുണ്ട്. അതിൻ്റെ ആദിമ ചൈതന്യം പ്രേക്ഷിതരെ സൃഷ്ടിക്കുക എന്നതായിരുന്നു. ഈ സന്ദേശം മാർപ്പാപ്പ ലോക മിഷൻ ദിന സന്ദേശങ്ങളിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. നയിക്കാനും വിദ്യാഭ്യാസം നൽകാനും മിഷണറി ചൈതന്യം രൂപീകരിക്കാനുമുള്ള വിവിധ പ്രവർത്തനങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ധീരതയോടും
ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സർഗാത്മകതയോടും കൂടെ ഇനിയും കൂടുതൽ തീവ്രമാക്കാൻ ഈ സൊസൈറ്റികളോട് മാർപ്പാപ്പ ആവശ്യപ്പെടുകയാണ്. ജ്ഞാനസ്നാനം സ്വീകരിച്ചവരുടെ മിഷണറി ഉത്തരവാദിത്തം വളർത്തണം എല്ലാവരുടെയും. നാഷണൽ ഓഫീസുകളുടെ സൂക്ഷ്മ ശൃംഖലയെ പുതുതായി സുവിശേഷവൽക്കരിക്കപ്പെട്ട സ്ഥലങ്ങളിലും പുതുതായിട്ട് വന്ന സ്ഥലങ്ങളിലും ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു മിഷൻ പ്രവർത്തനം പലപ്പോഴും അങ്ങനെയായി. ആരും ക്രിസ്തുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ പ്രസംഗിക്കുക, അത് വേണം. അത് മാത്രമല്ല, പരമ്പരാഗത ക്രൈസ്തവ പ്രാചീനതയുള്ള രാജ്യങ്ങളിലും വികസിപ്പിക്കണം. ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിലും അത് ചെയ്യണമെന്ന് മാർപ്പാപ്പ പറയും. അതിനാണ് നവസുവിശേഷവൽക്കരണം എന്ന പേര് അടുത്ത കാലത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ആദ്യം എടുത്ത് പ്രഥമ സുവിശേഷവൽക്കരണമാണ് ആവശ്യം. നേരിട്ട് ചെന്ന് ക്രിസ്തുവിനെ അറിയിക്കാനുള്ള ചുമതലയാണ്. രണ്ടാമത്തെ ഭാഗത്ത് നമുക്കറിയാവുന്നത് പോലെ ഗുരുതരമായ വിശ്വാസ പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ നവീകൃതമായ സുവിശേഷവൽക്കരണവും അജപാലന പരിവർത്തനവും ആവശ്യമായിരിക്കുന്നു. ഇതാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് വേറെ പണം കൊടുത്ത് എന്തെങ്കിലും സഹായം ചെയ്യുന്നു, പ്രോജക്റ്റുകൾ ചെയ്യാനും ഉള്ള അതായി ചുരുക്കാതിരിക്കണം എന്ന് ശക്തമായി മാർപ്പാപ്പ പറയുകയാണ്. പണം നമുക്ക് ആവശ്യമുണ്ട്, എന്നാൽ അവയെ അതിലേക്ക് ചുരുക്കരുത്. കാരണം അവ പണത്തെക്കാൾ വളരെ വലുതാണ്. മിഷണറി സൊസൈറ്റികൾ ചെയ്യേണ്ടത് പ്രേക്ഷിത ചൈതന്യം വളർത്തിയെടുക്കാനാണ്. നമുക്ക് മുന്നോട്ട് പോകാൻ പണം ആവശ്യമുണ്ട്, വീണ്ടും മാർപ്പാപ്പ പറയുന്നുണ്ട്. എങ്കിലും ആത്മീയത നഷ്ടപ്പെട്ടാൽ അത് വെറും ഒരു ബിസിനസ്സായി മാറും. പെട്ടെന്ന് തന്നെ അഴിമതി ഉടലെടുക്കുകയും ചെയ്യും. ഈ ദിവസങ്ങളിൽ പോലും സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ പേരിൽ അഴിമതി ആരോപിക്കപ്പെടുന്ന വാർത്തകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നും മാർപ്പാപ്പ സങ്കടത്തോടെ പറയുകയാണ്. അപ്പം ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ മാർപ്പാപ്പ പറയുന്നു, നിങ്ങളോടൊപ്പം നവീകരണത്തിൻ്റെ സാധ്യതകളും സ്വപ്നങ്ങളും കണ്ണുകൾ വിശാലമായി തുറന്ന് സ്വപ്നം കാണാനുള്ള ഒരവസ്ഥയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് മാർപ്പാപ്പ പറയുകയാണ്. മുഴുവൻ സഭയുടെയും സുവിശേഷവൽക്കരണ പ്രേക്ഷിത സേവനത്തിൽ മുന്നോട്ട് പോകാൻ പൊന്തിപ്പിക്കൽ മിഷൻ സൊസൈറ്റികൾ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ വളരെ അകലെയുള്ള ആ ചക്രവാളങ്ങളിലേക്ക് നോക്കാൻ കഴിയണം. എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാകുന്ന, ക്രിസ്തുവിനെ അറിയുന്ന, സത്യദൈവത്തെ അറിയുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങാനുള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഉണ്ടാകേണ്ടത്. ഞാൻ ഈ എപ്പിസോഡ് അവസാനിക്കാൻ സമയമായിരിക്കുന്നു. നമ്മൾ മാർപ്പാപ്പ വളരെ കാര്യമായി നമ്മളോട് പറയുന്നത് ഈശോയിൽ പ്രകടമായ ആ അനുകമ്പയുടെ സ്നേഹത്തിൻ്റെ എല്ലാവരെയും രക്ഷിക്കുന്ന അനുഭവത്തിലേക്ക് വരാനുള്ള ആഹ്വാനം ഇന്ന് തുടരുകയാണ്. പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ കാതൽ അത് ക്രിസ്തുവിനെ എല്ലാവരിലേക്കും അറിയിക്കാൻ, എല്ലാവർക്കും പ്രേക്ഷിതരാകാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്ന ബോധ്യം വളർത്താൻ പരിശ്രമിക്കുന്നതാണ് സൊസൈറ്റികൾ. വളരെയധികം മിഷണറി സൊസൈറ്റികളും സംഘടനകളും സഭയിലുണ്ട്. അവയെല്ലാം ഒന്നിപ്പിച്ച് ചെയ്യേണ്ടത് ഇതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ച് ഓർക്കാം. ക്രിസ്തുവിനെ ഈ ലോകത്ത് അവതരിപ്പിക്കാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് ഓർക്കാം. ജീവിതം കൊണ്ട് അത് അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം, വാക്കുകൊണ്ട് അവതരിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം, അതേക്കുറിച്ച് ചിന്തിക്കാൻ മാർപ്പാപ്പയുടെ വാക്കുകൾ നമുക്ക് പ്രചോദനമാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ പരിശുദ്ധ പിതാവിൻ്റെ മറ്റൊരു സന്ദേശമായി കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കട്ടെ.